കേരള സർവകലാശാല വിസി നിയമനത്തിൽ സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കാൻ വൈസ് ചാൻസലർ അടിയന്തര സെനറ്റ് യോഗം വിളിച്ചതിനെതിരെ സിൻഡിക്കേറ്റ്. സെനറ്റ് വിളിക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധമാണ്. ചാൻസലറുടെ തീരുമാനം നടപ്പാക്കാൻ വിസി അനാവശ്യ ധൃതി കാണിച്ചാൽ പ്രതിരോധിക്കുമെന്നും വിസിയെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ടറിയിച്ചു. ഗോപാൽ ശിലാസനൽ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര സെനറ്റ് യോഗം വിളിക്കാൻ കേരള സർവകലാശാല വിസി തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിസി അറിയിച്ചിരിക്കുന്നത്? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ 8 സർവകലാശാലകൾക്ക് അടിയന്തരമായി യൂണിവേഴ്സിറ്റി നോമിനിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭവൻ കത്തയച്ചത്. ഇതിൽ കേരള സർവകലാശാല മാത്രമാണ് അടിയന്തരമായ ഒരു തുടർ നടപടി സ്വീകരിച്ചത്. വിസി രജിസ്ട്രാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകി വരുന്ന 16-ാം തീയതി അടിയന്തര സെനറ്റ് യോഗം വിളിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശത്തിനെതിരെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. വിസി നിയമന സെർച്ച് കമ്മിറ്റി ഉൾപ്പെടെയുള്ള വിഷയം പരിഗണിച്ച് നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സെനറ്റ് യോഗം വിളിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതോ UGC ചട്ടപ്രകാരവും അല്ലാതെയും നിയമവിരുദ്ധമാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്രകാരം സെനറ്റ് വിളിക്കാൻ യാതൊരു വ്യവസ്ഥയുമില്ല. കേരള സെനറ്റിലേക്കുള്ള ചാൻസലറുടെ 4 വിദ്യാർത്ഥി നോമിനികളുടെ നിയമനം അടക്കം താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. കൂടാതെ ആ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സർവകലാശാല സെനറ്റ് പുനഃസംഘടന പൂർത്തിയായിട്ടുമില്ല. ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ എടുത്തുചാടിയുള്ള ഒരു തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ചാൻസലറുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അധിക ധൃതി, അനാവശ്യമായ ധൃതി വൈസ് ചാൻസലർ കാണിക്കുകയാണെങ്കിൽ അതിനെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിരോധിക്കും എന്നതാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് G മുരളീധരൻ, ഡോക്ടർ ഷിജു ഖാൻ, R രാജേഷ് എന്നിവർ നേരിട്ട് വൈസ് ചാൻസലറെ കണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇതിനെയും മറികടന്ന് സെനറ്റ് യോഗം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ നിയമപരമായും ജനാധിപത്യപരമായും ഇതിൽ കൃത്യമായ എതിർപ്പ് രേഖപ്പെടുത്തുമെന്നും പ്രതിരോധിക്കുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. ശരി, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.